എത്ര മണിക്കാണ് അപകടം നടന്നത് എന്ന് നിനക്കറിയാമോ? ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കും? അപ്പം നമ്മൾ ആദ്യം ചോദിക്കുന്നത് എങ്ങനെയാ? ഡു യു നോ, ഡു യു നോ, ഡു യു നോ വാട്ട് ടൈം, വാട്ട് ടൈം, വാട്ട് ടൈം. അത് കഴിഞ്ഞ് എന്ത് പറയും? ഡു യു നോ വാട്ട് ടൈം. ഇനി അപകടം, വാട്ട് ടൈം. അപകടത്തിന് എന്താ പറയുക? ആക്സിഡൻറ്റ്. വാട്ട് ടൈം ദാറ്റ് ആക്സിഡൻറ്റ് ഹാപ്പൻഡ്, വാട്ട് ടൈം ദാറ്റ് ആക്സിഡൻറ്റ് ഹാപ്പൻ, ആക്സിഡൻറ്റ്സ് ഹാപ്പൻ, വാട്ട് ടൈം ദാറ്റ് ആക്സിഡൻറ്റ് ഹാപ്പൻ. ഹാപ്പൻഡ് അല്ല, ഹാപ്പൻ. സോ വാട്ട് ടൈം ദാറ്റ് ആക്സിഡൻറ്റ് ഹാപ്പൻഡ്. ഓക്കെ, ഹാപ്പൻഡ് എന്നാണ് പറയുന്നത്. അപ്പം എത്ര മണിക്കാണോ അപകടം നടന്നതെന്ന് നിനക്കറിയാമോ? ഡു യു നോ വാട്ട് ടൈം ദാറ്റ് ആക്സിഡൻറ്റ് ഹാപ്പൻഡ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വാക്ക് നോക്കാം. അവൾ സമയത്ത് വരുമോ എന്നത് സംശയമാണ്. ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷ് എഴുതാം? അവൾ സമയത്ത് വരുമോ എന്നത് സംശയമാണ്. ഇതിൻ്റെ ആദ്യമായി എഴുതുന്നത് അവൾ, ഇറ്റ് ഈസ് ഡൗട്ട്ഫുൾ. അത് ഇറ്റ് ഈസ് സംശയമാണ്. ഇറ്റ് ഈസ് ഡൗട്ട്ഫുൾ, ഇറ്റ് ഈസ് ഡൗട്ട്ഫുൾ, ഡൗട്ട്ഫുൾ, ഇറ്റ് ഈസ് ഡൗട്ട്ഫുൾ. പിന്നെ എന്ത് എഴുതുന്നുണ്ട്? ഇറ്റ് ഈസ് ഡൗട്ട്ഫുൾ, ഇറ്റ് ഈസ് ഡൗട്ട്ഫുൾ വെദർ ഷീ വിൽ, വെദർ, വെദർ, WHETHER, വെദർ ഷീ വിൽ, ഷീ വിൽ, വെദർ ഷീ വിൽ കം. എങ്ങനെ എഴുതേണ്ടത്? കം ഓൺ ടൈം, യു വിൽ കം ഓൺ ടൈം. അപ്പോൾ അവൾ സമയത്ത് വരുമോ എന്നുള്ളത് എങ്ങനെ എഴുതേണ്ടത്? ഇറ്റ് ഈസ് ഡൗട്ട്ഫുൾ വെദർ ഷീ വിൽ കം ഓൺ ടൈം. ഇനി അടുത്ത വാക്ക് നോക്കാം. നീ കൂട്ടുകാരെ കണ്ടെത്തുമ്പോൾ സൂക്ഷിക്കണം. ഇതെങ്ങനെ പറയുക? നീ കൂട്ടുകാരെ കണ്ടെത്തുമ്പോൾ സൂക്ഷിക്കണം. അപ്പോൾ യു മസ്റ്റ്, യു മസ്റ്റ്. പിന്നെന്താ പറയേണ്ടത്? യു മസ്റ്റ്, യു മസ്റ്റ് ബി കെയർഫുൾ, യു മസ്റ്റ് ബി കെയർഫുൾ, യു മസ്റ്റ് ബി കെയർഫുൾ. പിന്നെന്താ പറയണ്ടേ? യു മസ്റ്റ് ബി കെയർഫുൾ ഇൻ ചൂസിങ് യുവർ ഫ്രണ്ട്സ്, ഇൻ choosing your friends, in choosing your friends. Okay, you must be careful in choosing your friends. അപ്പോൾ നീ കൂട്ടുകാരെ കണ്ടെത്തുമ്പോൾ സൂക്ഷിക്കണം. യു മസ്റ്റ് ബി കെയർഫുൾ ഇൻ ചൂസിങ് യുവർ ഫ്രണ്ട്സ്. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കാം. ക്രിക്കറ്റ് കളിക്കുന്നതിനിടെ എൻ്റെ വിരൽ ഉളുക്കി. എങ്ങനെ പറയും? ക്രിക്കറ്റ് കളിക്കുന്നതിനിടെ വിരൽ, ക്രിക്കറ്റ് കളിക്കുന്നതിനിടെ എൻ്റെ വിരൽ ഉളുക്കി എന്ന് എങ്ങനെ പറയുക? എങ്ങനെ പറയും? ഐ സ്പ്രെയിൻഡ്, ഐ സ്പ്രെയിൻഡ്. സ്പ്രെയിൻഡ് എന്നാൽ ഉളുക്കുക, സ്പ്രെയിൻഡ്, SPRAINED, സ്പ്രെയിൻഡ്. ഐ സ്പ്രെയിൻഡ്, ഐ സ്പ്രെയിൻഡ് മൈ ഫിംഗർ, ഐ സ്പ്രെയിൻഡ് മൈ ഫിംഗർ, ഐ സ്പ്രെയിൻഡ് മൈ ഫിംഗർ വൈൽ പ്ലേയിങ് ക്രിക്കറ്റ്, വൈൽ പ്ലേയിങ് ക്രിക്കറ്റ്, by playing cricket. Okay, I sprained my finger while playing cricket. ക്രിക്കറ്റ് കളിക്കുന്നതിനിടെ എൻ്റെ വിരലുളുക്കി. I sprained my finger while playing cricket. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കാം. ഓക്കെ, നാളെ മഴ പെയ്യുകയാണെങ്കിൽ കളി ഉപേക്ഷിക്കും. ഇതെങ്ങനെ പറയാം? നാളെ മഴ പെയ്യുകയാണെങ്കിൽ കളി ഉപേക്ഷിക്കും. The game will be called off, the game will be called off, called off, called off പറഞ്ഞാൽ ഉപേക്ഷിക്കുക. Called off if it rains tomorrow, if it rains tomorrow, rains tomorrow. Okay, if it rains tomorrow. നാളെ മഴ പെയ്യുകയാണെങ്കിൽ കളി ഉപേക്ഷിക്കും. The game will be called off if it rains tomorrow.